നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വി രാജേഷ് നമ്മുടെ തിരുവനന്തപുരം മേയറുടെ ചില പത്രസമ്മേളനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ CPM ആണ് അത്രേ. അതായത് കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ മുഖ്യപ്രതിപക്ഷം എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന CPM ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പ്രതിദിനം 500 ടണ്ണിനകത്തുള്ള മാലിന്യങ്ങളാണ് ശരിക്കും തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിലുള്ളത്. ഈ 500 ടൺ മാലിന്യങ്ങളും CPMകാർ ഉണ്ടാക്കി വയ്ക്കുന്നതാണോ? അതിന് പറയുന്ന വിചിത്രമായൊരു ന്യായീകരണം, ഈ പറയുന്ന അവിടുത്തെ ചില CPM നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാർ ഇവരെ പെട്ടിയോട്ടോയുമായി പോവുക, ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, ഇവർ പെട്ടിയോട്ടോ ആയിട്ട് പോയിട്ട് അവിടെ നിന്ന് പല ഹോട്ടൽസ്, അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റ്സ്, തട്ടുകടകൾ, അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം കുറേയധികം മാലിന്യങ്ങൾ ഇവർ വലിച്ച് പെട്ടിയോട്ടോയിൽ കയറ്റുക, എന്നിട്ട് കൊണ്ടുവന്ന് ആമയിഴഞ്ചാം തോട്ടിലേക്ക് തട്ടുക. ഇതാണ് അവിടുത്തെ CPM നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, CPM പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മേയറെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന 500 ടൺ മാലിന്യം നമ്മുടെ തിരുവനന്തപുരം നഗരത്തിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് വേണ്ട സവിശേഷമായ ഒരു പദ്ധതി അവിടെ ഇല്ലാത്തത്? മാലിന്യ സംസ്കരണ പ്ലാന്റ്. ഇവിടെ നമുക്കറിയാം, ഈ വി രാജേഷ് എന്ന് പറയുന്ന ഒരാൾ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് വി രാജേഷ് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നറിയോ? തിരുവനന്തപുരം നഗരത്തിൻ്റെ സമഗ്ര വികസനം എന്നുള്ളതാണ്. അതിനായി 45 ദിവസത്തിനകം, നമുക്കറിയാം എന്നാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് എന്ന് നമുക്കറിയാം. ആ ദിവസം 45 ദിവസവും കഴിഞ്ഞു, 90 ദിവസവും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ അതിനുമപ്പുറം കഴിഞ്ഞു. എന്നിട്ട് കൂടി ഈ നമ്മളോട് പറഞ്ഞെന്താ, 45 ദിവസം കഴിയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തിരുവനന്തപുരത്ത് എത്തുമെന്നും ഈ നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കും എന്ന് തന്നെയായിരുന്നു. അന്ന് ഏറ്റവും വലിയ അവിടുത്തെ തിരുവനന്തപുരം നിവാസികളെ വിശ്വസിപ്പിച്ച ഏറ്റവും വലിയ കള്ളമായിരുന്നില്ലേ അത്? അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. ആ തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനായിരുന്നു വി രാജേഷ് എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ അന്നത്തെ സ്ഥാനാർത്ഥി കള്ളം പറഞ്ഞത്? ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ ജനവഞ്ചന നടത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയത് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? പിന്നീട് അവിടെ എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് BJP കൗൺസിലർമാർ, സുഗതനടക്കമുള്ള ഈ പറയുന്ന BJP കൗൺസിലർമാർ എങ്ങനെ ജയിച്ചു? നമുക്കറിയാം, പല വാർഡ് കൗൺസിലുകളിലും UDFന് കിട്ടിയിരിക്കുന്ന വോട്ടിൻ്റെ വിഹിതം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇത്രയേ ഉള്ളൂ UDF എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്നിട്ട് PM ശ്രീ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KM ഷാജി എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ബൈറ്റ് പ്ലേ ചെയ്യാനുള്ള ധൈര്യവും സംഘപരിവാറുകാരനായ വി രാജേഷിനുണ്ടായി. ഒരു മുസ്ലിം ലീഗ് മന്ത്രിയുടെ ബൈറ്റ് പ്ലേ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായ ഒരേ ഒരു മേയർ അല്ലെങ്കിൽ BJPക്കാരൻ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വി രാജേഷ് മാത്രമായിരിക്കും. ശരി, അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. എന്നിട്ട് ഇവിടെ അന്ന് പ്രഖ്യാപിച്ചിരുന്നത് എന്താ? ഇവിടെ ഒരു ഹെൽത്ത് ടൂറിസം തുടങ്ങുമെന്ന് പറഞ്ഞു. ആ ഹെൽത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചെറുവിരൽ അനക്കാൻ വി രാജേഷ് എന്ന് പറയുന്ന ഒരു നേതാവിന് കഴിഞ്ഞോ? അല്ലെങ്കിൽ മേയർക്ക് കഴിഞ്ഞോ? ഹെൽത്ത് ടൂറിസം എവിടെ? എന്തായിരുന്നു ഹെൽത്ത് ടൂറിസം? നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധങ്ങളായ സ്വകാര്യ സർക്കാർ ആശുപത്രികളെ, അതായത് ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരക്ഷണ മേഖലകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, ഇതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ടൂറിസം പദ്ധതി പോലെ ഹെൽത്ത് ടൂറിസം പദ്ധതിക്ക് രൂപം കൊടുക്കുകയും പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസ്റ്റർ പ്ലാൻ പോയിട്ട് വെറുതെ ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം പിൽഗ്രിം ടൂറിസം, തിരുവനന്തപുരം നഗരത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പിൽഗ്രിം സെൻ്ററുകൾ, അതിൽ നമുക്കറിയാം പാളയം പള്ളിയും അതോടൊപ്പം അങ്ങനെ ഭീമപള്ളിയും അടക്കമുള്ള പള്ളികളിലും ക്ഷേത്രങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു വലിയ ടൂറിസം പദ്ധതി പ്ലാൻ ചെയ്തു. അത് നടപ്പിലായോ? അതിൻ്റെ പേപ്പർ വർക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ഒരു വലിയ സംഭവം തിരുവനന്തപുരം നഗരത്തിൽ അരങ്ങേറിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായ കാര്യങ്ങൾ പോലും അവിടെ നിന്ന ഭക്തജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ സംഘപരിവാറും BJP ആശയങ്ങളും ഹിന്ദുത്വയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേയറെ കൊണ്ട് സാധിച്ചിരുന്നോ? ഇല്ല. വെള്ളക്കെട്ടായി കിടക്കുന്ന ആറ്റുകാൽ ക്ഷേത്ര പരിസരമല്ലേ ആ ജനങ്ങളെല്ലാവരും കണ്ടത്? അതുതന്നെയല്ലേ കണ്ടത്? അതിനുശേഷം ആ പൊങ്കാല കഴിഞ്ഞിട്ട് പോയ ആ സ്ത്രീകളെല്ലാവരും പൊങ്കാലയിട്ട് കഴിഞ്ഞിട്ട് പോകുന്ന ആ നഗരം വൃത്തിയാക്കാൻ എത്ര ദിവസമെടുത്തു? പിന്നീട്
അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തോരം വിവാദങ്ങളാണ് അവിടെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ കാലത്ത് മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ അവിടുത്തെ ഇഷ്ടികകൾ ഉപേക്ഷിച്ചിട്ട് പോവുക, ഞങ്ങളത് ലൈഫ് മിഷൻ വീടുകൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഇഷ്ടിക പൊട്ടിച്ചിട്ട് കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് BJP എന്നല്ലേ? ആ പാർട്ടി തന്നെയല്ലേ ഇന്ന് തിരുവനന്തപുരം നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എവിടെയാണ് ജനങ്ങളോടുള്ള പ്രതിപത്തി ഉള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് ഈ തിരുവനന്തപുരത്തെ ഒരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റി. തിരുവനന്തപുരത്ത് എന്തോ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് VV രാജേഷ് എന്ന് പറയുന്ന മേയർ എന്താ ചെയ്തത്? തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്ത് നിന്ന് പിടിക്കുന്ന തെരുവ് നായ്ക്കളെ മറ്റ് ജനവാസ മേഖലകളിലേക്ക് കൊണ്ട് തുറന്നു വിടുന്ന സമീപനം ഉണ്ടായതും ഇതേ മേയറുടെ കാലഘട്ടത്തിൽ തന്നെയല്ലേ? അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? നാറിപ്പുഴുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്തൂടെ തിരുവനന്തപുരം നഗരത്തിലൂടെ യാത്ര ചെയ്യേണ്ട ഗതികേടായിരുന്നേ അവിടുത്തെ തിരുവനന്തപുരം നിവാസികൾക്ക്. തെരുവിളക്കുകൾ പലയിടത്തും കണ്ണ് ചിമ്മിയിട്ട് നാളുകളായി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ കൊടും വേനലിൽ നമ്മുടെ തിരുവനന്തപുരം ചുട്ടുപൊള്ളുന്ന സാഹചര്യത്തിൽ പോലും അവർക്ക് കുടിവെള്ളം എത്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു നഗരസഭ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇത്തവണയാണ്. ഒരു ഭരണസമിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോഴാണ് 25 ഒടുക്കം കയറി വന്ന ആ നഗരസഭ. ഇതുവരെ അതുപോലും ചെയ്തു കൊടുക്കാൻ കഴിയാത്തവർ ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയാണ് CPM-കാർ ഗുണ്ടകളാണ്. അവർ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മാലിന്യങ്ങൾ സംഭരിച്ചുകൊണ്ട് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് കൊണ്ട് തള്ളുന്നു. ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇതിനു മുൻപും ആമയിഴഞ്ചാൻ തോട് അവിടെ ഉണ്ടായിരുന്നു. ഇതിനു മുൻപും തിരുവനന്തപുരത്തെ കരമനയാർ അവിടെ ഉണ്ടായിരുന്നു, കിള്ളിയാർ ഉണ്ടായിരുന്നു. ഈ എല്ലാ ആറുകളും തിരുവനന്തപുരം നഗരത്തിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊന്നും ആരും കൊണ്ടുവന്ന് മാലിന്യ നിക്ഷേപം നടത്തിയിട്ടില്ലല്ലോ ഇതിനു മുൻപ്. കൃത്യമായി മാലിന്യ നീക്കം നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ? നാറിപ്പുഴുത്ത് കിടക്കുന്ന നഗരപാതകൾ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ 5 വർഷക്കാലം? അല്ലെ അതിനു മുമ്പത്തെ കാലം? ഉണ്ടായിട്ടേ ഇല്ല. കാരണം എന്താ? അവിടെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഈ VV രാജേഷ് എന്നെ തുറന്ന് സമ്മതിക്കുന്നു, സിസ്റ്റം തകരാറിൽ തന്നെയാണ്, സിസ്റ്റം പെർഫെക്റ്റ് അല്ല എന്ന് തുറന്ന് സമ്മതിക്കുന്ന ആരാണ്? ഇതേ VV രാജേഷ് തന്നെയാണ്. കയറിയിട്ട് 6 മാസമായിട്ട് കൂടി എന്തുകൊണ്ടാണ് VV രാജേഷ് എന്ന് പറയുന്ന ഒരു മേയർക്ക് സിസ്റ്റം ഫെയിലുവർ ആണ് അല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമില്ലാത്തത്? സിസ്റ്റം പെർഫെക്റ്റ് ആണ് എന്ന് പറയാനുള്ള നട്ടലില്ലാത്ത എന്തുകൊണ്ടാണ്? അതിന് കാരണക്കാർ CPM-കാരാണോ? അതിന് കാരണക്കാർ തിരുവനന്തപുരം ജില്ലയിലെ CPM നേതാക്കന്മാരാണോ? അല്ല, നിങ്ങളുടെ പിടിപ്പുകേടാണ്. കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിനകത്ത് ഉണ്ടാക്കാൻ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് ഇതുവരെ കഴിയാതിരുന്നത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമിക ചർച്ചകൾ പോലും നടത്തിയിട്ടില്ല. പദ്ധതിയുണ്ട് എന്ന് മാത്രമേ മേയർ പറയുന്നുള്ളൂ. ഇത്രയും മാലിന്യങ്ങൾ സംസ്കരിക്കാൻ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഉണ്ടാകണം എന്നിപ്പോഴാണോ VV രാജേഷ് എന്ന് പറയുന്ന ഒരാൾക്ക് ബോധോദയം ഉണ്ടാകുന്നത് 7 മാസം കഴിയുമ്പോൾ? അപ്പോൾ അങ്ങനെയൊന്നും ആകരുത്. എന്നിട്ട് പിന്നെ അവിടെ ഒരു കോർപ്പറേഷൻ ജീവനക്കാരനെ വാഹനം ഇടിപ്പിച്ച് CPM-കാരൻ കൊല്ലാൻ ശ്രമിച്ചു. എവിടെ തെളിവ്? തെളിവുകൾ നിരത്തി സംസാരിക്കാൻ ശ്രമിക്കൂ മിസ്റ്റർ. അതല്ലേ വേണ്ടിയിരുന്നത്. അല്ലാതെ കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. തിരുവനന്തപുരത്തുകാർക്ക് വികസനം വേണമെന്നേ. തിരുവനന്തപുരത്തുകാർക്ക് മൂക്കുപൊത്താതെ തിരുവനന്തപുരം നഗരവീഥികളിലൂടെ യാത്ര ചെയ്യാൻ കഴിയണം. തെരുവുനായ്ക്കളുടെ ശല്യമില്ലാതെ ആ നാട്ടിലൂടെ ജീവിക്കാനും വാഹനത്തിലും നടന്നും പോകാൻ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല കേട്ടോ. തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിലേക്ക് വന്നെത്തുന്ന നിരവധി മറ്റ് ജില്ലക്കാരുമുണ്ട്, അന്യജില്ലക്കാരുണ്ട് തിരുവനന്തപുരത്ത്. അവർക്കും സമാധാനത്തോടു കൂടി നടക്കാൻ കഴിയണം. ആ രീതിയിലാവണം ഒരു തിരുവനന്തപുരത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ. ബ്ലൂ പ്രിന്റുകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരും ചോദിക്കുന്നില്ല എവിടെയാണ് ഹെൽത്ത് ടൂറിസം എന്ന് ചോദിക്കുന്നില്ല, എവിടെയാണ് പിൽഗ്രിം ടൂറിസം എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ നാളെ ഒരിക്കൽ ചോദിക്കും. കാരണം വിടുവായത്തം കൊണ്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയണം. ആ മേയർ ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന കാലഘട്ടത്തിൽ ആര്യയെ അതിനുള്ളിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചിരുന്നില്ലല്ലോ ഒരു കാലത്ത് നിങ്ങൾ. കഴിഞ്ഞ ഭരണസമിതി, കഴിഞ്ഞ പ്രതിപക്ഷമായിരുന്ന പിന്നെ BJP-കാർ. അപ്പോൾ എന്തുകൊണ്ടാണ് BJP-യിൽ പെട്ട ഒരു കൗൺസിലർ കഴിഞ്ഞ തവണ ആത്മഹത്യ ചെയ്തത്? അങ്ങനെ എന്തെല്ലാം കഥകളുണ്ടെന്നേ BJP-യുടെ പിടിപ്പുകേടിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ പിന്നെ മുന്നിലുണ്ട്. അപ്പോൾ ഇവിടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ട ഒരിടം അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് വരേണ്ട ഒരിടം എന്തുകൊണ്ടാണ് ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എല്ലാം CPM-കാർ ചെയ്തു വയ്ക്കുന്നതാണെന്നും ഈ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യങ്ങളെല്ലാം CPM-കാർ പെട്ടിയോട്ടോയും കൊണ്ടുപോയി പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് കൊണ്ടിടുകയാണെന്നും പറയുന്നത്. ആമയിഴഞ്ചാൻ തോടിന് കുറുകെ ഒരു നേരത്തെ നെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ നെറ്റ് അറുത്തു മുറിച്ചിട്ടാണ് മാലിന്യം തള്ളുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ നിരീക്ഷിക്കാനായിട്ട് ഇവിടെ ഒരു സംവിധാനമില്ലേ? അറുത്തു മുറിച്ചിട്ട് തല്ലുന്നവരെ പിടിച്ചുകൊണ്ട് പോകാനും അവർക്ക് വേണ്ട ശിക്ഷ നൽകാനും വേണ്ടിയിട്ട് ഇവിടെ വകുപ്പുകളില്ലേ? നഗരസഭയ്ക്ക് എന്താ അതിനുള്ള കഴിവുകളില്ലേ? ഇതൊക്കെ ചോദിക്കപ്പെടേണ്ടി വരും. ഇവിടെ കുടിവെള്ളം എത്തിക്കാത്ത
അവിടെ വൈദ്യുതി ഉറപ്പാക്കാത്ത, തെരുവ് വിളക്കുകൾ കത്താത്ത, ഒരു മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നില്ല വി രാജേഷ് നിങ്ങളെ പോലുള്ള BJP-ക്കാരുടെ കയ്യിലേക്ക് ഭരണം കൊടുത്തത്. ദൈവനാമത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഭാരതാംബയുടെ പേരിലോ ഒക്കെ പിന്നെ എന്താ പറയുക, സത്യപ്രതിജ്ഞ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അതിൽ ഭരണഘടനയെ പിടിച്ച് സത്യം ചെയ്യാനും ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനുമുള്ള ശേഷിയായിരിക്കണമായിരുന്നു ആദ്യം നിങ്ങൾക്കുണ്ടാകേണ്ടിയിരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.